ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇൻട്രോ ഒരു വെറൈറ്റി ഇൻട്രോ ആയില്ലേ? ട്രെയിനിലിരുന്നിട്ട് എല്ലാവരും പാട് ലോങ് യാത്ര ആദ്യമായിട്ടല്ലേ. കൊല്ലം മുതൽ ചെറുപ്പം ഇവിടെ ഒറ്റപ്പാലത്ത് ഷൊർണൂരൊക്കെ വരലുണ്ട്. പക്ഷേ ഇത്രയും ലോങ് ഇത് ആദ്യമായിട്ടാണ് അല്ലേ ഗീസ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൃത്യം 5 മണിക്ക് ഷൊർണൂരാണുള്ളത്. ഷൊർണൂരിൽ നമ്മൾ ട്രെയിൻ വന്നു, ട്രെയിനിൽ കയറി സീറ്റൊക്കെ പിന്നെ കറക്റ്റ് കണ്ടെത്തി, പിന്നെ TTRന് ടിക്കറ്റൊക്കെ കാണിച്ചൊക്കെ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ യാത്ര തുടങ്ങുകയാണല്ലേ. അപ്പോൾ ഒരു ദിവസം ഇനി ഫുള്ള് ഇതിൽ തന്നെ അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ട്രെയിനുള്ളിലെ ഇവരൊക്കെ വിശേഷങ്ങളാണെന്ന് കാണാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാവും നോക്കണമല്ലോ. 1 മണിക്കൂർ ഫുള്ള് ട്രെയിനിൽ ഒരു ദിവസം ഫുള്ള് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഫുള്ള് ചെയ്തിട്ടില്ലല്ലോ. ഏറിയപ്പോൾ 8-9 മണിക്കൂറൊക്കെ അല്ലേ ചെയ്തിട്ടുള്ളൂ. 1 ദിവസം മദ്രാസ് ചെയ്തിട്ടുണ്ട്, പാപ്പ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ ഇന്ന് നമ്മൾ 4 ആളും ഒരുമിച്ച് ഒരു ദിവസം ട്രെയിനിനുള്ളിൽ സർവൈവ് ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കി വെക്കാം. ഹേയ് ഹലോ, എവിടെ പോണത്? വല്ലതും അറിയുന്നുണ്ടോ? എവിടെ പോണത്? ടിക്കറ്റ് എടുത്തോ? ടിക്കറ്റ് കാണിക്ക്. എവിടെ ടിക്കറ്റ് കാണിക്ക്? ടിക്കറ്റ് എടുത്തവരെ അതുവരെ കൊണ്ടുപോകില്ല. TTR വരുമ്പോൾ TTRൻ്റെ കൊടുത്തു വിടും. ടിക്കറ്റ് ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഏതായാലും ട്രെയിൻ ഇപ്പോൾ എടുക്കും. അവിടെ 5 മിനിറ്റായിരുന്നു ഹാൾട്ട്. പക്ഷേ കുറച്ച് 5 മിനിറ്റ് നേരത്തെ എത്തിയില്ലേ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ഹാൾട്ട് കിട്ടി. സാവകാശം കയറാമല്ലോ. 15 മിനിറ്റ് അങ്ങനെ. കഷ്ടി ഒരു 10-15 മിനിറ്റ് കയറാമല്ലോ. ഓക്കെ. അപ്പോൾ അതാണ്. അപ്പോൾ ഏതായാലും ഇനി ആദ്യമായി ഒരു ചായ കുടിക്കാം. ചായ കൊണ്ടുവരും. ഇപ്പോൾ ചായ കുടിക്കും. ഓക്കെ. അങ്ങനെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റോപ്പിന് ഇവിടെ കോഴിക്കോടല്ലേ. ഇവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പ് ഏകദേശം 10-80-85 കിലോമീറ്ററോളം പോയിട്ട് കോഴിക്കോട് സ്റ്റോപ്പുള്ളൂ. ഇത് ഇടക്കോട് സ്റ്റോപ്പില്ല. ഇത് ഈ ട്രെയിൻ എടുത്ത് 11ാമത്തെ സ്റ്റോപ്പാണ് ഷൊർണൂർ. ഇവിടെ നിന്ന് 9ാമത്തെ 11ാമത്തെ സ്റ്റോപ്പാണ് ഷൊർണൂർ. അല്ലേ? അങ്ങനെ എത്രയോ ഏകദേശം ഒരു ഇവിടെ നിന്നൊരു 10-15 സ്റ്റോപ്പ് വിടാകുമ്പോൾ നമ്മൾ അവിടെ എത്തും. ഇവിടെ നിന്നൊരു 10-9 സ്റ്റോപ്പ് വിടാകുമ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തും. അപ്പോൾ കറക്റ്റ് തന്നെ ഒരു ദിവസം. ഓക്കെ. അപ്പോൾ ഏതായാലും ട്രെയിൻ ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി അങ്ങോട്ടും പോകുമ്പോൾ ഹിന്ദിയൊക്കെ പറയണം കേട്ടോ. ഹിന്ദിക്കാരൊക്കെ വരും. അപ്പോൾ ഹിന്ദിയിൽ പാനി എന്നൊക്കെ പറയണം കേട്ടോ. പാനി ചായ എന്നൊക്കെ പറയണം. ഓക്കെ. പാനി ചായ എന്ന് പറയണം. നമ്മളങ്ങനെ തിരുനാവായ കഴിഞ്ഞ് കേട്ടോ കോഴിക്കോട് എത്താനായിക്കൊണ്ടിരിക്കണം. അപ്പോൾ നല്ല മഴക്കാറുണ്ട്, ഇടിമിന്നലൊക്കെ ഉണ്ട്. പാടത്ത് കളിക്കണമൊക്കെ ചെക്കന്മാർ പന്ത് കളിക്കാണ്. അപ്പോൾ നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ സമയം ഏകദേശം 7:40 കേട്ടോ. അപ്പോൾ ഒരു 6:30 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് എന്താ ഫുഡ് വേണ്ടതെന്ന് ഓർഡറൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഫുഡ് ഇവിടെ ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറും 3 ചപ്പാത്തി ചോറും അടങ്ങുന്ന ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റിന് വരണത് 150 രൂപയാണ് ഒരു സെറ്റിന് വില. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ 3 സെറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സെറ്റിലും ഇതേപോലെ ചോറുണ്ടാവും, അച്ചാറുണ്ടാവും, പിന്നെ പനീർ കറി ഉണ്ടാവും, വെജ് കറി ഉണ്ടാവും, ചെറിയൊരു ഉപ്പേരി ഉണ്ടാവും, പിന്നെ ഒരു സോൻ പപ്പടി എന്തോ ഒരു സ്വീറ്റ്സും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ 3 സെറ്റാണ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ. നമ്മൾ 4 ആൾക്കാരുണ്ട്. പക്ഷേ ഇതിനകത്ത് ചോറും ചപ്പാത്തി ഉള്ളതുകൊണ്ട് 3 സെറ്റ് നമുക്ക് ഏകദേശം ധാരാളമാണ്. അപ്പോൾ നമ്മളിത് 7:45 AC കോച്ചായതുകൊണ്ട് ഇത് പിന്നെ അധികം നേരം വെക്കാൻ കഴിയില്ല, കാരണം വേഗം തണുത്തു. അല്ല ഉമ്മ കഴിക്കണില്ലേ ഇപ്പോൾ? ലനമൂടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കാനായിട്ട്. അപ്പോൾ കഴിക്കുന്നില്ല? ഇതെന്ത് അച്ചാറാ? അല്ല, ഇതിൽ ഓൾറെഡി അച്ചാറുണ്ട്. നാരങ്ങ അച്ചാറുണ്ട്. ചക്കരയ്ക്ക് അതാ ഉണ്ട്, അച്ചാറുണ്ട്, അരശേ ചപ്പാത്തി ഉണ്ട്, ചോറുണ്ട്. ഒരു കാര്യം മറന്നു, നമ്മൾ കുറച്ച് ന്യൂസ് പേപ്പർ കരുതാൻ മറന്നുപോയി. ഇവിടെ എങ്ങനെ ഇടാൻ വേണ്ടിയിട്ടേ, അതാണ് ഇതിന് കടയിൽ നിന്നെങ്കിലും മേടിക്കായിരുന്നു. ട്രെയിനിൽ പോകുമ്പോൾ എപ്പോഴും ന്യൂസ് പേപ്പർ കരുതണമായിരുന്നു. ഓക്കെ. അപ്പോൾ ഏതാ വേണ്ട എടുത്തോ, കഴിച്ചോ, അതാ പിടിച്ചോ, പിടിച്ചോടി. ഭക്ഷണം കഴിക്കാം. ഇനി വിശക്കാണെങ്കിൽ ഫ്രൂട്ട്സും ബേക്കറീസൊക്കെ ഇല്ലേ, കഴിക്കാം. അല്ലെങ്കിൽ വീണ്ടും ഓർഡർ ചെയ്യാം, അത്രേ ഉള്ളൂ. ഇതെന്ത് കറിയാണെന്നറിയോ ആർക്കേലും? ഇതെന്ത് കറിയാണ്?
ഇതിനകത്ത് പനീറുണ്ട്, പിന്നെ നമ്മുടെ ചെനയില്ലേ, കടല കടലുണ്ട്. ഇത് വെജിറ്റബിൾ കറിയാണ്. ഇതിൽ ഉരുളക്കിഴങ്ങ്, തക്കാളി, എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. ഇതും ഉരുളക്കിഴങ്ങാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കിഴങ്ങിന്റെ എണ്ണം കൂടും, ഉരുളക്കിഴങ്ങിന്റെ എണ്ണം കൂടും ഇനി അങ്ങോട്ട്. പിന്നെ ഇത് സ്വീറ്റ് ആണ് കേട്ടോ, സോൻ പപ്പടി, അതാണ് സാരം. ഓക്കെ, പിന്നെ അച്ചാറുണ്ട്. അപ്പോൾ ഉമ്മത ചപ്പാത്തി കഴിക്കുകയാണ്. അതായത് ഇതിൽ വെച്ച് കഴിച്ചോളി. മറ്റേ ബോക്സിൽ വാപ്പ കഴിക്കട്ടെ. ഇത് വെച്ച് മതിയാ? അല്ല, കാരണം അമ്മക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ കളിക്കണം. ചോറ് മതി വെച്ചെങ്കിൽ ഇതിൽ കഴിക്കായിരുന്നു. ചപ്പാത്തി ആവുകൊണ്ട് പിന്നെ ഇതിലൊരു വെച്ച് ചോദിക്കാമല്ലോ, അതാണ് ചോദിച്ചു. അല്ലെങ്കിലേ പറയും ഉമ്മാക്ക് പ്ലേറ്റ് കൊടുത്തില്ല എന്ന് പറയും. കാരണം ചപ്പാത്തി നമുക്ക് ഇതിലോ വെച്ച് കഴിക്കാം, ചോറാണെങ്കിൽ ഇതിൽ തന്നെ വെച്ച് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്താ കറികളോ എടുത്തോളി. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ രീതികൾ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. വാപ്പ അതാ കുട്ടീനെ എടുത്തുകൊണ്ട് നിൽക്കണം. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് ഗായ്സ്. ട്രെയിനിൽ ഭയങ്കര വിപ്ലവം നടക്കാനോട്ടോ ഇവിടെ. ഒരാളാണെങ്കിൽ കരച്ചിൽ നിർത്തണം തന്നെ ഇല്ല. പിന്നെ ആദ്യം എന്ത് ചെയ്തു, ഞങ്ങൾ തൊട്ടിൽ കെട്ടി. ഇതാ നോക്കാം, ട്രെയിനിൻ്റെ തൊട്ടിൽ കെട്ടിയേക്കാണ് ഗൈസ്, കണ്ടോ? തൊട്ടിൽ കെട്ടിയിട്ട് തൊട്ടിൽ കിടക്കുന്നില്ല. അവനാണെങ്കിൽ കരച്ചിൽ വീട്ടിൽ നിന്നൊരു സാരി കൊടുന്നതിൽ തൊട്ടിൽ കെട്ടിയിട്ട് തൊട്ടിൽ കരച്ചിൽ നിർത്താത്തതുകൊണ്ട് എന്ത് ചെയ്തു, ഇതിനിടയ്ക്ക് ചെണ്ട എടുത്തതിൽ ചെണ്ട കൊട്ടിയിട്ടും കരച്ചിൽ നിർത്തണില്ല. അതിന് ഡബ്ബയൊക്കെ ഇട്ടപ്പോൾ ഇതിൻ്റെ ലൈറ്റും പാട്ടും കേട്ട് കുറച്ച് കരച്ചിൽ നിന്നു. അപ്പോഴത്തേനും എന്ത് ചെയ്തു, ബാറ്ററി തീർന്നു. പക്ഷെ അതിനും പരിഹാരമുണ്ട്, നോക്കട്ടെ. കാട്ടിലിട്ട് പൊട്ടിക്കാൻ വരട്ടെ, കാട്ട്. മൊത്തം 6 ബാറ്ററി കൊണ്ടാണ് വന്നേക്കണത്. ഇതിൽ 2 ബാറ്ററി വേണം. അപ്പോൾ അങ്ങനെ മൊത്തം 3 വരെ തീർന്ന ഇടാൻ വേണ്ടിയിട്ട് 6 ബാറ്ററി സ്റ്റോക്കായിട്ടാണ് വന്നത്. ഇതാണ് ബാറ്ററി വാങ്ങി സ്റ്റോക്ക് ചെയ്ത് പാപ്പായ. അപ്പോൾ ഇരിക്കട്ടെ. അപ്പോൾ 6 ബാറ്ററി ലബേക്കൊക്കെ ഇടാൻ ഞാൻ വാങ്ങിക്കണം കേട്ടോ. കാരണം ട്രെയിനിൽ വെച്ചങ്ങനെ 6 തീർന്നു പോയാലേ അടുത്ത വേണമല്ലോ. ഏതായാലും തന്നു. ഇപ്പോൾ ആളവിടെ ഇരിക്കുന്നുണ്ട്. ഒരു സെറ്റ്. ഇതിൽ 6 ബാറ്ററിയൊക്കെ പുതിയത് വാങ്ങിയിട്ടുണ്ട്. എന്നാലും പണി ഇതിനകത്താണ് ഇതിനകത്ത് പുതിയ ബാറ്ററി ഇടി. അല്ല, അങ്ങനെ ഇപ്പൊ പാല് കുടിക്കുന്നുണ്ട് ആള്. നമ്മള് കിടക്കാനുള്ളതൊക്കെ ഇതേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ 2 ബെർത്തിനും വേറെ ആളുണ്ട്. നമ്മുടെ ബെർത്ത് ഇതും അതേപോലെ തന്നെ ഈ സൈഡിലും ഈ മുകളിലത്തെ ബെർത്തുമാണ്. 3 ബാറ്ററി അതില് 3 ആണല്ലേ? എന്നാ പുതിയ 3 ബാറ്ററി ഇടി. ഇവിടെ അവിടെ നിന്ന് അങ്ങേറ്റം വരെ ലെബൈക്ക് കേൾക്കണം. പുതിയ 3 ബാറ്ററി കൊണ്ട് ഇടി. ഏതായാലും തൊട്ടിൽ കെട്ടിയതാണ് രസമായത്. ഇവിടുത്തെ മുകളിൽ കിടക്കുന്ന ആളേൽ പറഞ്ഞിട്ട് സംഭവം കെട്ടി ഉഷാറാക്കി. അപ്പത്തേനും തൊട്ടിൽ കിടക്കണില്ല ആള്. അതിൽ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ തന്നെ എടുത്ത് സൈഡിൽ കണ്ട് തിരികെ വെച്ചു. അവിടെ ഇനി വേറെ ആൾ വരുമ്പോൾ ആൾക്ക് കിടക്കണമല്ലോ. ഏതായാലും അതുകൊണ്ട് ഇരുന്നോട്ടെ. കിട്ടോ? ഇപ്പൊ എന്തായാലും ലെബേക്ക പാട് നോക്കട്ടെ. ഇനി അടിപൊളിയായിപ്പോ. അല്ല, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനിയിപ്പോ കുറച്ചേരം ഓഫ് ചെയ്ത് വെക്കാം. ഇനി കുറച്ചേരം ഓഫ് ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ വീണ്ടും ചാർജ് തീരും. ഉറങ്ങുന്നവരിപ്പോൾ നമ്മൾ ട്രെയിനിൽ നാട്ടി പുറത്താക്കും. ഇവിടെ ഇറങ്ങിയിട്ട് ഇനി ബസ്സിന് പോകേണ്ടി വരും. അതുകൊണ്ട് കരയുമ്പോൾ മാത്രം ഇത് എടുക്കാം. ഓക്കെ, ഈ സമയം 9:30 ആയിട്ടുണ്ട്. ഇത് നമ്മളെ സീറ്റല്ലേ കേട്ടോ, നമ്മളതല്ല. നമ്മളത് ഇത് 2ഉം ഇതുമാണ്. നമുക്ക് ഏതായാലും കിടക്കാനുള്ള സ്ഥലം റെഡിയാക്കാം. അപ്പോൾ തലങ്ങണി ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ അത് അടിപൊളി ബെഡ്ഷീറ്റൊക്കെയാണ് കേട്ടോ. നല്ല വാഷ് ചെയ്ത് വൃത്തിയാക്കി പേപ്പർ ബാഗിലിട്ട നല്ല അടിപൊളി ബെഡ്ഷീറ്റൊക്കെയാണ്. പഴയതുപോലെയൊന്നുമല്ല. പഴയതൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയില്ലാത്ത ബെഡ്ഷീറ്റൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി കേട്ടോ. അപ്പോൾ നോക്കി നോക്കാം, നല്ല അടിപൊളിയായിട്ട് ക്ലീനൊക്കെ ചെയ്ത അടിപൊളി ബെഡ്ഷീറ്റാണ്. കണ്ടോ? ഇത് 2 ബെഡ്ഷീറ്റ് ഉണ്ടോണല്ലോ. ഒന്ന് നമുക്ക് ഏതായാലും മുകളിലത്തേക്ക് കൊടുക്കാം. മുകളിലത്തേക്ക് പോകണമല്ലോ. അപ്പോൾ ഉമ്മാക്ക് ഇവിടെ കിടക്കാനുള്ളത് റെഡിയാക്കി തരാം. ചക്കരക്ക് ഉള്ളത് ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ റെഡിയാക്കി തരാം. ഞാനും അപ്പായും മുകളിൽ കിടക്കാം. ഓക്കെ, അതുപോലെ നിങ്ങൾ 2 ആൾ ഇവിടെ കിടന്നോളി. വല്ലാതെ മുകളിൽ കയറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ബെഡ്ഷീറ്റ് വിരിച്ച് റെഡിയാക്കി തരാം. ഓക്കെ,
അങ്ങനെ നമ്മൾ സെറ്റർ ഇട്ടു. കരച്ചിലൊക്കെ മാറിയോ? കരച്ചിലൊക്കെ മാറിയോ? ഇപ്പൊ കരച്ചില് മാറിയോ? വിശക്കണേനെയാണോ ഉറക്കത്തിന്റെയാണോ? വിശക്കണേനെയാണോ ഉറക്കത്തിന്റെയാണോ? എന്തിന്റെയാണ്? സെറ്ററൊക്കെ ഇട്ടു. അല്ലേ ഇതിന്റെ അടിയിൽ അങ്ങനെ അധികം തണുപ്പ് വരില്ല ചക്കരെ. സംഭവം AC-ന്റെ ഇത് പറഞ്ഞത് ഇതാ മുകളിൽ നേരെ താഴത്തേക്ക് ഇങ്ങോട്ടാ വരുന്നത്. അധികം ഇങ്ങോട്ടൊക്കെ തണുക്കേക്കില്ല. അതുകൊണ്ട് ഈ സൈഡില് പ്രശ്നമില്ല. കാര്യമായിട്ട് നേരെ ഡയറക്റ്റ് അടിക്കൂല. തണുപ്പുണ്ടാവും പക്ഷെ ഡയറക്റ്റ് അടിക്കൂല. ഇന്ന് എവിടെ നമ്മള് കിടക്കണത്? വീട്ടിലാണോ? ട്രെയിൻ ഇങ്ങനെ ഓരോ ഇടി ഇടിച്ച് എനിക്ക് ഇന്നത്തെ ദിവസം തീരുമാനമായി. എന്ത് ഈ കിടക്കുന്ന സാധനം നീ ഇടി ഇടിച്ചാലോ? അപ്പൊ ഇങ്ങനെ 2 ഇടി ഇടിച്ചില്ലേ? ടിക്ക് ടിക്ക് ഇത് റോഡിൽ കൂടെ പോണ വണ്ടിയല്ലത്. ഇത് പാളത്തുമ്മ കൂടെ പോണതാണ്. പറഞ്ഞിട്ട് കുട്ടികൾക്കൊന്നും ഈ വണ്ടി കയറുണ്ട്. അതൊക്കെ പാളത്തിൽ കൂടെ പോണതാണ്. എന്നാ കിടന്നോളി ഓരോ സൈഡിന്ന്. കേറിക്കോളി. അപ്പൊ അടുത്തങ്ക ഉമ്മ കയറുന്നതാണ്. അതാ ഒരു രസം അടുത്തത്. ഉമ്മ തലയില് ഊട്ടി തൊപ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഗൈസ്. കൊടൈക്കനാൽ തൊപ്പി എന്നാലേ ചെരുപ്പ് ഇതിന്റെ അടി കിട്ടാളി. കുറച്ചും കിട്ടോ. കേട്ടോ. ഇവിടെ ഒരാള് സെറ്റായി. ഏത്? അങ്ങനെ കേറിക്കോ, മെല്ലെ കേറിക്കോ. അങ്ങനെ കേറിയിരുന്നോ. തിരി തിരി ലോക്കായ തിരിയുമ്പോ അങ്ങനെ ഇരുന്നോ. പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ടയറിട്ട് കയറിപ്പോ ഞാൻ അതിന്റെ ഏറ്റവും മുകളിൽ നിന്നില്ലേ കയറി. ഓക്കെ മെല്ലെ കയറിക്കോ. ഷീറ്റ് ഞാൻ പിടിച്ചിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോഴേ ഗൾഫിൽ എൻ്റെ റൂമാണ് ഓർമ്മ വരുന്നത്. അവിടെ ഞങ്ങൾ ഇതേപോലെ ഏറ്റവും മുകളിൽ കയറും. നമ്മുടേത് ഏറ്റവും മുകളിൽ ഞാൻ കയറും. ഞാൻ ഇതേപോലെ വലിഞ്ഞു പിടിച്ചിട്ടായിരുന്നു ആദ്യം കയറിക്കൊണ്ടിരുന്നത്. പിന്നെ ശീലമായി. ഒരു താഴെ ഒന്ന് വീണു ഞാനേ. ഒരു താഴെ ഒന്ന് വീണു ഞാൻ. അതൊക്കെ സംഭവിക്കും. അതൊക്കെ അങ്ങനെ ഉണ്ടാവും. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. കിടന്നോ? സെറ്റായോ? ഓക്കെ. അപ്പോൾ ഉമ്മായി സെറ്റ് ആയിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്കുള്ളതാ ഒന്ന് എന്ത് ഞാനും ഓരോ അറ്റത്തുനിന്ന് ഞാൻ തന്നെ ഇപ്പൊ ഇതൊക്കെ വിരിച്ചതേ. ഇത് രണ്ട് മുകളിൽ കയറിയിട്ടൊക്കെ വിരിച്ചത്. ഒക്കെ സെറ്റ് ചെയ്ത് തരാം. അതാ മമ്മ ഗുഡ് നൈറ്റ് പറഞ്ഞു. കരയിൽ തൊട്ടോ ഇവിടെ ആൾക്കാരൊക്കെ ഉറങ്ങാനുണ്ട്. അവരൊക്കെ രാവിലെ എണീച്ച് പോകുന്ന ആൾക്കാരാണ്. കരഞ്ഞാലേ നമ്മുടെ അടുത്ത് പുറത്തേക്ക് വിടും അവര്. അപ്പച്ചീനൊക്കെ എടുത്ത് പുറത്തേക്ക് വിടും അവര്. ചിരിക്ക്. അപ്പച്ചിക്ക് പോ. അപ്പച്ചീനെ പുറത്തിട്ടെന്ന് പറയുമ്പോ ചിരിക്ക്. അപ്പച്ചീനെ പൊക്കെടുത്ത് പുറത്തേക്ക് വിടുന്ന പറയുമ്പോ ചിരിക്കിട്ടോ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഏറ്റവും മുകളിലത്തെ ബർത്തിലാണ് കേട്ടോ ഞാൻ കിടക്കണത്. എന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഒന്നാമത്തെ കാര്യം ഉയരം കൊണ്ട് നമ്മൾ ഏറ്റവും മുമ്പന്തിയിലാണ്. അപ്പോൾ ഉയരമുള്ള ആൾക്കാർക്ക് ഇത് നോക്കി നോക്കാം. ഇത്ര ഗ്യാപ്പ് ഇവിടെ ഉള്ളൂ. ഇരിക്കാൻ പറ്റില്ല. കിടക്കാം പക്ഷെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇരിക്കേണ്ടി വരും. കണ്ടോ? ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അതേപോലെ തന്നെ AC-ൻ്റെ വെന്റിലേഷൻ AC-ൻ്റെ ആ ഒരു ഇതുണ്ടല്ലേ അത് ഇവിടെ വരുന്നത്. അപ്പോൾ അത്രയും തണുപ്പ് നമുക്ക് ഇവിടെ മുകളിൽ കിടക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. അതേസമയം താഴോട്ട് പോകുമ്പോൾ നേരത്തെ പറഞ്ഞില്ല അവിടെ അങ്ങനെ വരുന്നതായിട്ട് തണുപ്പ് ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ബ്ലാങ്കറ്റൊക്കെ അത് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഏതായാലും കിടന്നു നോക്കാം. ഉറങ്ങില്ലെന്നൊന്നും അറിയില്ല. കാരണം കുടുങ്ങിയിട്ടൊക്കെ അല്ലേ പോകണത്. പിന്നെ 3AC 3 ടയർ ആയതുകൊണ്ട് വലിയ അങ്ങനെ ചാട്ടവും കാര്യങ്ങളൊന്നുമില്ല. നോർമലായിട്ട് AC-ൻ്റെ പ്രത്യേകം പറയുമ്പോൾ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഒന്നാമത്തെ കാര്യം ചൂടുണ്ടാവില്ല. പിന്നത്തെ കാര്യം പുറത്തുനിന്നുള്ള ആ ഒരു ഒച്ചയും ബഹളവും ശബ്ദമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ 3AC ആവുകൊണ്ട് നമ്മുടെ ഈ കുടുക്കവും ചാട്ടമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. എന്തായാലും അടിപൊളി. ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ? ലൈറ്റ് സെറ്റപ്പ് ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട്. അടിപൊളിയാണ്. അതേപോലെ തന്നെ ഉമ്മാൻ്റെയൊക്കെ ബാക്കയുടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ചക്കരൻ്റെ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ട്. കണ്ണാടി ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ മംഗലാപുരം എത്തിയിട്ടുണ്ട്. സമയം കണ്ടോ 10:04 അപ്പോൾ മംഗലാപുരം എത്തിയിട്ടുണ്ട്. ഓക്കെ. ഇനി ഇവിടെ നേരെ കാർവാർ, അവിടെ നിന്ന് പിന്നെന്താ പനവേൽ, ഗോവ അങ്ങനെ പോണത്. മഹാരാഷ്ട്ര വഴി നേരെ അങ്ങനെ പോണത്. അതൊക്കെ ഏതായാലും ഗോവയൊക്കെ എത്തുമ്പോൾ പുലർച്ചെ ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ ഏതായാലും നമുക്ക് കിടക്കാം.
യെസ്, അങ്ങനെ നമ്മൾ എല്ലാവരും ഉറങ്ങാൻ കിടന്ന് അവിടെയൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കേട്ടോ. പക്ഷെ ഇവിടെ ഒരു ഉറങ്ങിയിട്ടൊന്നുമില്ല, ഇപ്പോഴും ഫോണിലൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഇപ്പോൾ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് തൊട്ടിൽ കിട്ടിയല്ലോ, അവൾ തൊട്ടിൽ കിടക്കണില്ല. അപ്പോൾ ഇതേപോലത്തെ ഒരു ബർത്തിൽ തന്നെ ചക്കരയും കുട്ടിയും കൂടെ ഒറ്റ ബർത്തിലാണ് കിടക്കണത്. അതായത് ആ മിഡിൽ ബർത്തിൽ ഇതേപോലെ ഈ സൈഡ് ചേർന്നിട്ട് കുട്ടിയും, അതായത് പിന്നെ താഴത്തേക്ക് പോകില്ലല്ലോ, ഈ സൈഡ് ചേർന്നിട്ട് ചക്കരയും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കിടക്കണത്. പിന്നെ നമ്മൾ നാളേക്ക് ഇനിയിപ്പോൾ വൈകുന്നേരം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റൂം എടുക്കാം. അവിടെ പോയാൽ പിന്നെ വിശാലമായിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ കുഴപ്പമില്ല. അപ്പോൾ ട്രെയിനിലെ യാത്ര മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, ഏതായാലും നമ്മൾ ഇന്ന് കിടക്കാൻ പോവുകയാണ്, ഉറങ്ങാൻ പോവുകയാണ്. ബാക്കി നമ്മൾ രാവിലത്തെ വിശേഷങ്ങൾ നാളെ രാവിലെ കാണാം, ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഏതായാലും ട്രെയിനിലെ രാത്രി യാത്ര എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് നാളത്തെ രാവിലത്തെ പിന്നെ വിശേഷങ്ങളിലൊപ്പം നമുക്ക് പങ്കുവയ്ക്കാം. കാരണം ഇന്നിപ്പോൾ കിടന്ന് ഒന്ന് ഇറങ്ങി എഴുന്നേച്ചാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെ ഉണ്ട് എന്ന്. അപ്പോൾ രാവിലത്തെ വിശേഷത്തിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ രാവിലെ കാണാം. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് സമയം. ഓക്കെ, അപ്പോൾ വാപ്പതേ ഫ്രഷൊക്കെ ആയി, പല്ലേ ചോവ ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നിട്ടുണ്ട്. ചക്കര ഞാനിതാ നിൽക്കുകയാണ്. ബ്രഷ് ഞങ്ങളുടെ അടുത്തുണ്ട്, പേസ്റ്റ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. എന്നാ അതാ എൻ്റെ ബ്രഷ് എടുത്ത് ഏതാ? അതല്ലേ? ഓക്കെ, എനിക്ക് കുറച്ച് നിന്ന് പേസ്റ്റ് ആക്കി തന്നാൽ മതി. ടണലിനുള്ളിൽ കൂടെ പോകണല്ലോ. കടല് ചെയിനുകള്, ബാൻഡ്, മാല, വള, എല്ലാ സാധനങ്ങളും ഉണ്ട്. കേൾക്കാം. ആണോ? ഏത് कितना भाई? 30 50 30 हाँ, ये कितने? 80 कौन रेडी? चक्कर के दोनों അങ്ങനെ നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പകലായില്ലെന്ന്. പകൽ തന്നെയാണ്, തുരങ്കത്തിനുള്ളിൽ കൂടിയാണ് പോകുന്നത്. എത്രയോ കിലോമീറ്ററുകളോളം പിന്നെ തുരങ്കത്തിനുള്ളിൽ കൂടിയാണ് പോകുന്നത്. ഇതെന്താ സംഭവം? ചോക്ലേറ്റ് സ്വീറ്റ്സ് എല്ലാം വേണോ? വേണ്ടല്ലോ, സ്വീറ്റ്സ് ആണ്. അപ്പോൾ അതേ തുരങ്കത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീണ്ടും വെളിച്ചം വന്നിട്ടുണ്ട്. ഹലോ, എവിടെയുള്ളത്? നമ്മൾ മഹാരാഷ്ട്ര എത്തിട്ടോ. മഹാരാഷ്ട്രയിലുള്ളത്. നിങ്ങളെന്താ കഴിക്കണത്? ബന്നോ, പാവ് ബജിയോ എന്നൊരു പേരുണ്ട്. ചക്കര എന്താ കഴിക്കുന്നത്? ബ്രെഡ് ഓംലെറ്റ് ഉണ്ട്, പിന്നെ പാവ് ബജി ഉണ്ട്, ബണ്ണുണ്ട്, ഒക്കെ സംഭവങ്ങളുണ്ട്. ചായ കുടിച്ചോ? കുടിച്ചു. ആ, കുടിച്ചില്ല? ഇത്ര നേരം ചായൻ്റെ ആള് തൊഴിങ്ങനെ തേരാപ്പര പോയിക്കൊണ്ടിരിക്കുന്നല്ലോ. കുടിച്ചില്ല?
ഉറങ്ങാൻ പാടില്ല. ആ അത് ശരി. ഓക്കെ ഓക്കെ. പിന്നെന്താ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ഉറക്കമൊക്കെ? എങ്ങനെ കഴുത്ത് വേദന ഇപ്പൊ മാറി? ഉറങ്ങിയില്ല? ഉറങ്ങി. ആ ഓക്കെ. ചക്കരക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഉറങ്ങി. ഉറങ്ങിയില്ലേ? ഇപ്പൊ ഉറങ്ങാൻ വേണ്ടിട്ടല്ലേ ഇവിടെ പിന്നെ സെറ്റ് ആക്കി തന്നു സീറ്റൊക്കെ. ശരിക്കും ഈ ബർത്തിലുള്ള സീറ്റായിരുന്നു ചക്കരക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ട് ചക്കരനെ ഇവിടെ കിടത്തി. ഇവിടെ ഉള്ള ആളെ ഞാൻ എന്ത് ചെയ്തു, വേറെ സീറ്റിലും കിടത്തിയിട്ടുണ്ട്. എന്നിട്ട് ഉറങ്ങിയില്ല. ചരിച്ച ഇനിയിപ്പോ എന്താ പറയാ? ആ ഉറങ്ങണൊക്കെ ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട്. പാപ്പക്ക് എങ്ങനെ ഉണ്ടായിരുന്നല്ലേ? ഉണരും അങ്ങനെയായിരുന്നു. എനിക്കും കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതായാലും കഴിച്ചോളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളൂ. ആ ഞങ്ങൾ കഴിക്കാം. അപ്പോൾ ഇതൊന്നും എടുത്ത് കഴിച്ചു. വേണ്ട, എനിക്ക് അപ്പൊക്കൊന്നും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ നിർബന്ധമുള്ള കാര്യങ്ങളൊന്നുമല്ല. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് വേണം. അതായത് കഴിച്ചു നോക്കാം എന്താ പാടുന്നു. ഒരുപാട് മണ്ണുകാട്ട് എന്താ ചമ്മന്തി? അത് ചമ്മന്തിയാണ്. ചമ്മന്തിയാണ് കേട്ടോ. ചമ്മന്തിയും ബണ്ണുമാണ്. സാധാ ഇവിടെ ബണ്ണല്ലേ. ഇത് ചമ്മന്തി കൂടി. കുറച്ച് ഇതും പിടിച്ച് നോക്കാം. കുറച്ച് ചമ്മന്തിയും കൂടെ. ഓക്കെ, സെറ്റായി. നമ്മുടെ നാട്ടിലെ കാട്ടുനെല്ലിക്കയില്ലേ, അത് ഉണക്കിയതാണ് കേട്ടോ. അതായത് ഡ്രൈ അംല. ഇതൊരു പിന്നെ ഉപ്പിട്ട് ഉണക്കിയതാണ്. ഇതിപ്പോൾ ഇത് കൂടെ വണ്ടിയിൽ ചെറിയ ഉന്തുവണ്ടിയിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്ന സാധനമാണ്. ഇതേപോലത്തെ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ വേറെ നമ്മൾ രസമുണ്ട്. നമ്മുടെ കണ്ടില്ലേ അംല, കാട്ടുനെല്ലിക്ക, പിന്നെ നല്ലപോലെ ഉണക്കിയിട്ട് ടേസ്റ്റ് ഉണ്ട്, രസമുണ്ട്. അങ്ങനെ കഴിച്ച് പോവാം. ഇത്ര സാധനം ഉണ്ടാവും. ട്രെയിനിൽ അടുത്ത കച്ചവടം എത്തിയിരിക്കാൻ കേട്ടോ. അതായത് ബാഗ്, പഴ്സ്, അങ്ങനത്തെ സാധനങ്ങൾ. എന്തുമാത്രം കച്ചവടക്കാരാണല്ലേ ട്രെയിനിൽ വരണത്. ഏത് ഇതൊക്കെ വാങ്ങിക്കാം. ഇതൊക്കെ നമ്മളിനി പോണ സ്ഥലത്തില്ലേ ലക്കാനേറെ വില കുറച്ച് കിട്ടുന്നുണ്ടാവും. വാങ്ങിക്കാം. വില ചോദിച്ചു നോക്കാം. കരയുണ്ടോ? പോണു. എന്തുമാത്രം കച്ചവടക്കാരല്ലേ ട്രെയിനിൽ കയറുന്നത്. പല ആൾക്കാർ. ഇനി അത് ആളുടെ തന്നെ വളയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതവിടെ ഇരിക്കുന്നുണ്ട് വള. അതാ പറഞ്ഞു. വളയും സാധനങ്ങളൊക്കെ ഇപ്പൊ വരും. ഇതായിരുന്നു കണ്ടോ. हाँ भाई, 2 कॉफी दे दो भाई। हाँ ना वाला 2 दे दो भाई। चाहिए ये वही है जो आपको नहीं दिखाया, जो दिखाया तो आगे दे दियो। चाहिए तो दिएगा। आपको चाहिए ये 50 रुपया है, 30 रुपया है, कौन सा चाहिए? कौन सा चाहिए? ഇത് നിറച്ച് ഹെയർ ക്ലിപ്പുകളാണ് കേട്ടോ. അതേ നോക്ക്, പല മോഡലുള്ള ഹെയർ ക്ലിപ്പുകളാണ് ഇതിനകത്ത് മുഴുവൻ. കണ്ടോ, ഓരോ സ്റ്റൈല് ഹെയർ ക്ലിപ്പുകളാണ് ഇതിൽ. ഇനി ഇതിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി ഡിസൈൻ മാറും. കുറച്ച് പൂക്കളും ഇതൊക്കെ ഉള്ള മോഡലാവുന്നുണ്ട്. കണ്ടോ, സമയം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് പിന്നെ റിങ്ങുകളാണ്. പല ടൈപ്പ് റിങ്ങുകൾ. ഇതിൽ തന്നെ കറങ്ങണതൊക്കെ ഉണ്ട്. ഇതാണ്ടോ, ഒക്കെ കറങ്ങണ റിങ്ങുകളൊക്കെ നോക്കാം. കണ്ടോ, ഒക്കെ കറങ്ങണ റിങ്ങുകളാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, പല മോഡൽ റിങ്ങുകളാണ്. ഒക്കെ കറങ്ങണ മോഡലുകളാണ്. കണ്ടോ, അങ്ങനെ റിങ്ങുകൾ പല ജാതിയാണ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കറങ്ങാത്ത നോർമൽ റിങ്ങുകളാണ്. അത് വേണ്ട എല്ലാ സകല സാധന ജംഗമ വസ്തുക്കളും ട്രെയിനിനുള്ളിൽ കിട്ടും. ക്വാളിറ്റിയൊക്കെ പിന്നെ അത്രയ്ക്ക് ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ. അതിനുള്ള റേറ്റും തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ പോകുന്നിടത്ത് എന്തായാലും വില കുറച്ച് കിട്ടും. അപ്പോൾ
അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, ഇവിടെ നിന്ന് സൂറത്ത് നിന്ന്. പിന്നെ നമുക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം ഹിന്ദി അറിയാം, സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ട് പിന്നെ നോർത്തിലൊക്കെ വന്നാലും പെട്ടുപോകില്ല. അത്യാവശ്യത്തിനുള്ള ഹിന്ദി ലാംഗ്വേജൊക്കെ നമുക്ക് ഭാഷ ഉണ്ട്. അത് അറബായാലും ഇംഗ്ലീഷ് ആയാലും മലയാളം പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ തമിഴായാലും ഹിന്ദി ആയാലും ഒക്കെ അത്യാവശ്യം നമുക്ക് വേണ്ടതൊക്കെ അറിയാം. അപ്പോൾ ഇങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മളതിന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഉച്ചയ്ക്കുള്ള ഫുഡ് ഓർഡർ എടുക്കാൻ ആൾ വന്നു, ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇല്ല, ഇമ്മതെ കാര്യമായിട്ട് പർച്ചേസ് ചെയ്തു. ഇനിയിപ്പോൾ അവിടെ പോയാൽ പർച്ചേസ് ചെയ്യേണ്ടി വരില്ലെന്ന് എനിക്ക് തോന്നണത്. ചക്കര ഈ ഒരു മോതിരം എടുത്തു. ഉമ്മ എടുത്തെവിടെ? അമ്മ പറഞ്ഞ എന്താ അറിയോ, ചിലപ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കടകൾ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ എടുത്തത്. ഇതൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ ഈ മോഡൽ ഇല്ലെങ്കിലോ, അല്ലേ ഇനിയിപ്പോൾ ഈ കടയിൽ ചെല്ലുമ്പോൾ ഈ മോഡൽ ഇല്ലെങ്കിലോ എന്താണ്? എന്നാ എടുത്തോ. വീണ്ടും അടുത്ത ടണലിൽ കയറിയിട്ടുണ്ട് ട്രെയിന്. എന്ത് അത് രണ്ടും കൂടെ ഒരുമിച്ച് ഇറങ്ങാ അവിടെ? ഓക്കെ വീണ്ടും തുരങ്കത്തിൽ കയറിയപ്പോൾ ബിരിയാണി ഇതാ പോണം. നമ്മൾ ഓർഡർ ചെയ്തു, നമുക്ക് ആള് കൊണ്ടുവരും. ഏതാ വേണ്ട എടുത്തോളി. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ ഇവിടുത്തെ കടകളൊക്കെ കാണും, പക്ഷേ ഈ മോഡൽ ഇല്ലല്ലോ എന്ന് വിചാരിച്ചു ഇനി ഇതാവണ്ട. ഏത് എന്നാ പിന്നെ അപ്പൊ എടുക്കായിരുന്നില്ലത്? അവിടെ ഉണ്ടാവും, ഈ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അവിടെയൊക്കെ ഉണ്ടാവും. അവിടെ പോയിടിക്കാം. ഇനിയിപ്പോ ഇവിടെ നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിച്ചെങ്കിൽ ഇവിടെ നിന്ന് എടുത്തോളി. ഞാൻ പറഞ്ഞത് ഒക്കെ അവിടെ നിന്നുണ്ടാവും. ഇനിയിപ്പോ ഇവിടെ നിന്ന് മേടിച്ച് ഇതാക്കണ്ട, അവിടെ നിന്ന് ഇനിയിപ്പോ മേടിക്കണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ, അല്ലാതെ പറഞ്ഞില്ല. കാര്യമായിട്ട് പർച്ചേസിങ്ങിലാണ് ഗൈസ്. ഹലോ ആരടുത്ത് ഇരിക്കണത്? ഉമ്മാന്റെ അടുത്ത് ഉമ്മാന്റെ അടുത്തേക്ക് എത്തിയോ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ട്രാവലില് നമുക്കൊരു ട്രാവൽ മേറ്റിനെ കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ട്രാവൽ മേറ്റിനെ പരിചയപ്പെടാം. അപ്പോ ആളാണ് നമ്മുടെ ട്രാവൽ മേറ്റ്. എന്താണ് പേര്? ഞാൻ മുരളീധരൻ എന്നാണ് പേരില്ലേ? അപ്പോ ആള് ശരിക്കും നമ്മളൊപ്പം കയറിയതാണ്. ഷൊർണൂരിന്നല്ലേ കയറിയത്? ഷൊർണൂരിൽ നിന്നാണ് കയറിയത്. എവിടെയാണ് നാട്ടിലെ സ്ഥലം? ഞാൻ ഒറ്റപ്പാലത്താണ് സ്ഥലം അല്ലേ? കണ്ണിയാമ്പുറത്താണ് സ്ഥലം. അതൊക്കെ നമുക്ക് സുപരിചിതമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. നമ്മൾ അതിൽ കൂടെ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആളെ അവിടെ നിന്ന് ഷൊർണൂര് മുതൽ നമ്മളെ കൂടെ ഈ നേരം വരെയും നമ്മളെ കൂടെ ഈ ഒരു ബർത്തിൽ ആളുണ്ട്. ഈ സൈഡിലായിട്ട് നമ്മളും ഉണ്ട്. ഓക്കെ, അപ്പൊ പോകുന്ന എങ്ങോട്ടേക്കാണ്? സൂറത്തിലേക്കാണ്. ജോലിസ്ഥലം എന്ന് പറഞ്ഞാല് ജോലിയല്ല, ഞാനൊരു പ്രൈവറ്റ് കൺസൾട്ടൻസി സർവീസ് ആണ്. ക്രിസ്റ്റൽ ഏജൻസീസ് എന്ന് പറയും. ഫോറിൻ ട്രേഡിന്റെ കൺസൾട്ടൻസി സർവീസ് ആണ്. അതില് ലോജിസ്റ്റിക്സ് ഉണ്ട്, കസ്റ്റം ക്ലിയറിംഗ് ഉണ്ട്, DGFTയുടെ വർക്ക് ഉണ്ട്. ഇതൊക്കെയാണ് ചെയ്യണത്. അപ്പൊ അത് ഞങ്ങളുടെ ഓഫീസ് സൂറത്തിലാണ്. വർക്ക് കൂടുതലായിട്ടും നവഷേവ പോർട്ടിലാണ് വർക്ക് കൂടുതൽ. ബോംബെയില് ഒരു എയർ കാർഗോ കോംപ്ലക്സിലൊക്കെയാണ്. ഓക്കെ, അപ്പൊ ജോലി സംബന്ധമായിട്ട് ആള് സൂറത്തിൽ സെറ്റിൽഡ് ആണ്. ഫാമിലിയും വൈഫും ഒക്കെ ആയിട്ട് അവിടെ സെറ്റിൽഡ് ആണ്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കൂടെ തന്നെ ഷൊർണൂരിൽ നിന്ന് കയറി നമ്മളൊപ്പം തന്നെ സൂറത്തിലേക്ക് ഇറങ്ങുകയാണ് അല്ലേ? ഓക്കെ. അപ്പോ ഇപ്പൊ നാട്ടിൽ നിന്ന് തിരിച്ചു മടങ്ങി വരികയാണ്. എന്നാ നാട്ടിലോട്ട് വന്നത്? നാട്ടില് ഞാൻ ഒരാഴ്ച മുമ്പ് പോയതാണ്. ചില പേഴ്സണലായ ചില ആവശ്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോയതാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഓക്കെ. അപ്പൊ അടുത്ത മെയ് മാസം വരെ സൂറത്തിലുണ്ടാവും. പിന്നെ എന്റെ മിസ് ടീച്ചറായിട്ട് ജോലി ചെയ്യണം. വൈഫ് ടീച്ചറാണ്. ഓക്കെ. അപ്പൊ അവരുടെ ലീവ് ടൈമിൽ ഞാൻ ഞങ്ങൾ ഒന്നുകൂടെ നാട്ടിലോട്ട് വരില്ലേ? ഓക്കെ. അപ്പൊ ആള് നമുക്ക് സൂറത്തിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അവിടുത്തെ ക്ലൈമറ്റ് എന്തൊക്കെയാണ്, അവിടുത്തെ ജീവിത രീതികൾ എന്തൊക്കെയാണ് ഒക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ നമുക്കൊരു ബോറിംഗ് ഇല്ല, ആളുടെ വിശേഷങ്ങളും കേൾക്കാൻ പറ്റുന്നുണ്ട്. ആൾക്കൊരു കമ്പനിയായി ഇല്ലേ? എനിക്ക് യാത്രയിൽ ഒറ്റയ്ക്കുള്ള യാത്രകൾ സാധാരണഗതിയിൽ ഭയങ്കര ബോറടിയാണ്. ഇത്തവണ നല്ലൊരു സുഹൃത്തിനല്ല, ഒരു ഫാമിലിയാണ് കിട്ടി. അതിലൊരു കൊച്ചു കുട്ടിയുണ്ട്, അതാണ് ഏറ്റവും വലിയ. ഓക്കെ, അപ്പോ ആളിങ്ങനെ ഒഴിവ് സമയങ്ങളിലൊക്കെ യൂട്യൂബ് കാണുന്നതാണ്. അപ്പൊ എന്നോട് കയറിയപ്പോൾ തന്നെ ചോദിച്ചു, പിന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും യൂട്യൂബ് പരിപാടി ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു അതെ, നമ്മൾ യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനോട് ചോദിച്ചു, എന്നാൽ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ എന്ന്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഒന്ന് കാണാമല്ലോ, പരിചയപ്പെടാലോ വിചാരിച്ചിട്ട്. അതെ, എനിക്കൊന്നു എന്റെ ഫ്രണ്ട് സർക്കിളിലെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ എന്റെ ബന്ധുവായിട്ടൊരു കുട്ടിയും തനി മലയാളി ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നോട് സാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഏതായാലും പരിചയപ്പെട്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. ഇപ്പൊ സമയം ഏകദേശം 1 മണി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു എത്ര മണിക്കൂർ കൂടി ഇതേപോലെ കൂടെ ഉണ്ടാവും? ഒരു 5 സൂറത്തിലെത്താനല്ലേ? സൂറത്തിലെത്തും. അപ്പൊ കഷ്ടി ഒരു 5-5.5 മണിക്കൂർ അവസാനിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോട്ടലിലേക്ക് ഞാൻ തീർച്ചയായിട്ടും. പക്ഷെ ഈ ഒരു ഓർമ്മയെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഓർമ്മിക്കാനുണ്ടാവും.
ഇൻ കേസ് നമ്മള് മറന്നാലും യൂട്യൂബ് മറക്കില്ല. നമ്മളെ വ്ളോഗില് ഈ ഒരു ചാനൽ ഇത് എപ്പോഴും ഉണ്ടാവും. ഇതിന്റെ വ്യൂവേഴ്സ് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കും. ഇന്ന് ഒരു സെറ്റ് വ്യൂവേഴ്സ് കണ്ടെങ്കിൽ നാളെ വേറൊരു സെറ്റ് കാണും. തീർച്ചയായിട്ടും. അപ്പൊ ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് പോപ്പുലർ ആക്കി. നമ്മളെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോ പിന്നെ അതിപ്പോ നമ്മള് നമ്മളൊരു ഫാമിലി ആയിട്ട് പോവുകയാണല്ലോ. അപ്പോ സാറ് നമ്മളിലേക്ക് വരുമ്പോ തീർച്ചയായും നമ്മളിൽ പെട്ട ഒരാൾ തന്നെയാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഏതായാലും പരിചയപ്പെട്ടതിലും കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. നമസ്കാരം പറയാണ്. അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഭക്ഷണം എത്തിയിട്ടുണ്ട്. സാറിനുള്ള ഭക്ഷണം എത്തിയില്ലേ? സാറിന്റെ ഭക്ഷണം എത്തിയിട്ടുണ്ട്, നമുക്കുള്ള ഭക്ഷണം എത്തിയിട്ടുണ്ട്. ചക്കരക്ക് പിന്നെ റൈസ് മതി എന്ന് പറഞ്ഞു. റൈസ് കഴിക്കാന്ന് വിചാരിച്ചിരിക്കാണ്. ചക്കര അവിടെ ഇരിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് റൈസ് ഉമ്മാക്കാണല്ലേ? ആ, ഉമ്മാക്കാണ് റൈസ്. ഏതാ അങ്കിള് നോക്കുന്നുണ്ട്? പാപ്പ ഇത്ര ഗംഭീരമായിട്ട് സംസാരിക്കുമ്പോ ഞാൻ ഏതാ അങ്കിള്? ഏതാ അങ്കിള്? ഏതാ അങ്കിള്? ശരി തന്നെയാണ്. ഇല്ല ഇല്ല, 6 മന്ത് ആവണുള്ളൂ. ഒന്നും കൂടി ആക്റ്റീവ് ആവും. അതെ അതെ അതെ. അപ്പൊ കാഴ്ചകളൊക്കെ ആള് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുകളിൽ भाई कैसे हो? यूट्यूब चैनल है मेरे को, यूट्यूब चैनल है मेरे को, यूट्यूब चैनल है. यूट्यूब चैनल में वीडियो निकालते हैं. मुश्किल नहीं है ना? मुश्किल कुछ नहीं है ना? हाँ ओके. हाँ जी. नाम क्या है आपका? नाम नाम अच्छा. किधर जा रहे हैं? गुजरात. क्या काम कर रहे हो उधर? आर्मी में. अच्छा, बहुत बढ़िया. रंडा आर्मी का रंडा दोनों. अच्छा अच्छा. किधर? हाँ ओके ओके ओके. आपका वो मुल्क किधर है? नहीं, मुल्क में किधर है? मडगौंड से आया ना? मडगौंड से. अच्छा अच्छा अच्छा. ओके बाय. चलो ठीक है, थैंक यू. അപ്പൊ അവരെ നോക്കിട്ട് അവർ രണ്ടുപേരും, അതാണ് ഞാൻ നോക്കണേ. മുകളിൽ നോക്കിട്ട് കാര്യമായിട്ട് ചിരിക്കുന്നുണ്ട്. ഇത് ആരെയാണ് ചിരിക്കണെന്ന് അറിയില്ല. നോക്കിയപ്പോ അവര് കളിപ്പിക്കുകയാണ്. കൊറേ ആൾക്കാരെ കിട്ടിയോ? കൊറേ ഫ്രണ്ട്സിനെ കിട്ടിയോ? അങ്ങനെ ഏതായാലും ഞാനും ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ പൻവേല് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വസായി റോഡ്, അത് കഴിഞ്ഞുള്ള സ്റ്റോപ്പാണ് നമുക്ക് സൂറത്ത് വന്നിട്ട്. അപ്പോൾ എങ്ങനെയാലും ഒരു 5 മണിക്കൂറോളം ടൈം എടുക്കും. അപ്പോൾ സമയം ഏകദേശം 2 മണിയായി. ഞാൻ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വെജ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായി. വെജ് ബിരിയാണി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേൻ്റെ ബിരിയാണി ആയിട്ടൊന്നും നല്ല, സാധാ നമ്മുടെ ചോറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലയൊക്കെ ചേർത്ത് പിന്നെ കുറച്ച് ഗ്രേവി ഇട്ടിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ അതിൽ തന്നെ വെജ് ബിരിയാണി നോക്കി, അല്ലാതെ പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതന്നെ സംഭവം. അപ്പോൾ അതിന് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ വാങ്ങിയതാണ്. കുഴപ്പമില്ല. അച്ചാറുണ്ടോ നമ്മളതിൽ? ആ, അപ്പോൾ കുറച്ച് അച്ചാർ നോക്കട്ടെ. കുറച്ചും പേര് കൂടെ തൈര് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് മേടിക്കാൻ മറന്നുപോയി ഞാൻ. പക്ഷേ തൈര് ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഉഷാറായേനെ. നിങ്ങളിപ്പോൾ കഴിക്കുന്നില്ലാരും? കഴിക്കാം. സാറിപ്പോൾ കഴിക്കുന്നില്ലേ? കഴിക്കാം. അത് ശരി, അത് ശരി. അതെ, ആ ഓക്കെ ഓക്കെ. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചോണ്ടേ. ഓക്കെ, സ്ഥലം ഉണ്ടല്ലോ. അച്ചാറുണ്ടാവും. അപ്പൊ എഗ് ബിരിയാണി കഴിക്കണത് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അപ്പൊ വീട്ടിൽ നമ്മൾ അച്ചാറൊക്കെ ആയിട്ട് വന്നുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഉമ്മ ഏതാ കഴിക്കണത്? സാധാ ചോറല്ലേ? എങ്ങനെയുണ്ട്? ചോറും ചപ്പാത്തി ഉണ്ടല്ലേ? ചോറ് ചപ്പാത്തി. ആ, നമ്മള് ഇന്നലെ ഡിന്നർ കഴിച്ച പോലത്തെ സെറ്റപ്പ്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വൈകുന്നേരം നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. തൽക്കാലം നമുക്ക് ട്രെയിനിൽ നിന്നൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ചക്കര കഴിക്കണില്ലേ? ചക്കര കഴിച്ചു. ട്രെയിനിന്റെ ആഹാരം ഇനി വേണ്ട. നമുക്ക് വൈകുന്നേരം ഇനി ട്രെയിനിലത്തെ ആഹാരം നമ്മൾ ഇതോടുകൂടി അങ്ങോട്ടുള്ള യാത്രയിൽ കഴിഞ്ഞു. ഇനി അവിടെ നിന്ന് വാങ്ങിയാൽ മതി. ഇതുകൊണ്ട് ഈ വേസ്റ്റിലിട്ടിട്ട് കൈ കഴുകി വരട്ടെ.
इसका नाम क्या है भाई? भेलपुरी है बम्बई का। बम्बई का भेलपुरी है ना? जी चटर पटर चखाना मत खाली खींच लेना बस। ओके ओके उड़ा देना। हाँ एक दे दो भाई। चखाना मत। चटर पटर वाला बम्बई का भेल बोलो। चखाएंगे तो फिर हमारा वाट लग जाएगा। 3,000 4,000 का फैन लगेगा। ओके ओके कुछ क्या भाई? तो पहले फोटो नहीं खींचा ना, अभी आप खींच रहे तो कोई बात नहीं सर। चेहरा नहीं दिखाएगा। चटर पटर बोलिए सर। ഗിലി बोलो सर। അപ്പൊ ഇതാണ് ബേൽപൂരി എന്നുള്ള സാധനം. നമ്മളെ നാട്ടിലൊന്നും കിട്ടൂല ഇത്. ഇപ്പൊ എന്താ സംഭവം നടണല്ലോ. കഴിച്ചോക്കാ. കഴിക്ക്. ചക്കരക്ക് പേടിയാവണോ ഇത് കണ്ടിട്ട്. നീ എന്തേലും കഴിച്ചിട്ടാവുന്നൊന്നും വരില്ല. കഴിച്ചോക്ക്. അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ മഹാരാഷ്ട്ര വിട്ടു ഗുജറാത്ത് സ്റ്റാർട്ടിങ്ങിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. മഹാരാഷ്ട്ര കഴിയാനായി. ഇപ്പോൾ ഗുജറാത്ത് ബോർഡർ ആയിട്ടുണ്ട്. അടുത്ത സ്റ്റോപ്പാണ് കേട്ടോ നമ്മളത്. ലാസ്റ്റ് അതായത് ഇതിനെ തൊട്ട് സൂറത്തിന് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പാണ് വസായി റോഡ്. അത് കഴിഞ്ഞു അടുത്ത സ്റ്റോപ്പ് സൂറത്താണ് വന്നിട്ട്. അപ്പോൾ നമുക്ക് അവിടെയാണ് ഇറങ്ങാനുള്ളത്. എന്തായാലും ഇനി 2-3 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഓട്ടോ പോകും വണ്ടി. അതിനെ അവിടെ നിർത്തുള്ളൂ. ഓക്കെ അപ്പോൾ അതിന് കഴിച്ചു നോക്കാം ഈ സംഭവം. സമയം പോവും 3:45. ബുക്കുകളും ഉണ്ടോ ഉണ്ടോ ചങ്ങായി? ഉണ്ടോ? അല്ല അതിലിപ്പോ എന്താ ഫുള്ള് ഹിന്ദി ബുക്കുകളൊക്കെ ആവും അല്ലേ? അപ്പൊ അത്രയും ബുക്ക് കൊണ്ടുപോയതുണ്ടോ? സ്കില്ല് ഉണ്ടോ? ഇതൊക്കെ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കാണാൻ പറ്റും ഒരു യാത്രയിൽ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ. അല്ല എന്നാലും ഇത് വേണ്ട അറിഞ്ഞില്ലേ ചേച്ചി? ഇതെന്ത് ചക്കരത് കഴിക്കാത്ത എന്താ അറിയോ? ആ ചങ്ങായി കൈ കൊണ്ട് ഇളക്കി എറിഞ്ഞിട്ട്. അതുകൊണ്ടാ കഴിക്കാത്തത്? അതുകൊണ്ടാ അങ്ങനെ കൈ കൊണ്ട് ഇളക്കി നിങ്ങൾ നോക്കരുത്. ഇനിയിപ്പോൾ നോർത്തിൽ അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ഈ ട്രെയിനിൽ നിന്ന് കഴിക്കുന്ന ബിരിയാണിക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ആർക്കറിയാം. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അടുത്ത് തിന്നുക. ഇപ്പം നോർത്തിലൊക്കെ തന്നെ ചക്കര വയറ്റിൽ നോമ്പാണ്ട് പോവും. നോ ഡൗട്ട്. മതി അവിടെ മോൾക്ക് പാൽ കൊടുക്കാണ്. ചെക്കന്മാര് ക്രിക്കറ്റ് കളിക്കാണ്. അങ്ങനെയൊന്നും കൂട്ടൂല. നല്ല ടമ്പർ ഗ്ലാസ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ വാപി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം ഒരു 4:45 ഇവിടെയെങ്കിലും സ്റ്റോപ്പില്ല ശരിക്കും ട്രെയിനിന്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. ഒരു പിന്നെ വ്യാവസായിക ഏരിയയാണ്. ഇവിടെ മെയിനായിട്ട് നമ്മുടെ കളറ് അതേപോലെ തന്നെ പിന്നെ എന്തൊക്കെയായിരുന്നു സാറേ കെമിക്കൽസൊക്കെ ആസിഡൊക്കെ കൂടുതലും ഇവിടെ ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്നാണ് നമുക്ക് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തണമല്ലേ. ഓക്കെ നമുക്ക് സാറ് പകർന്നൊരു അറിവാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ സാറാണ് പറഞ്ഞത് ഈ ഒരു സ്ഥലം പ്രത്യേകതയുള്ള സ്ഥലമാണ്. ഇതൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ വീഡിയോയിൽ ഒന്ന് കവർ ചെയ്തോളാനും. നമുക്ക് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതൊക്കെ. അപ്പോൾ സാറിനോട് പറഞ്ഞ് ഇതൊക്കെ ഒന്ന് പിന്നെ ഒന്ന് കവർ ചെയ്തോളാനും. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് സിൽവാസ ദിയു ഡാമൻ അവിടേക്കുള്ള ആക്സസ് പോയിന്റ് ആണ്. ഇവിടെയാണ് ഇവിടെ നിന്നാണ് പോകേണ്ടത്. ഓക്കെ അപ്പോൾ അവിടേക്ക് എത്താനുള്ള ഏറ്റവും അടുത്തൊരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് അങ്ങോട്ടേക്കൊക്കെ പോകാനുള്ളതെന്നാണ് സാറ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുന്നത് ഫ്ലാറ്റുകൾ, ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെയാണ്. അതൊക്കെ പല സ്റ്റൈലുണ്ട്. ഇതൊക്കെ അത്യാവശ്യം കണ്ടതിൽ എനിക്കോണൊക്കെ കുറച്ച് ക്ലാസ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡുള്ള ഫ്ലാറ്റുകളാണ്. അതേസമയം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കുറച്ച് മുന്നത്തെ കാഴ്ചകളിൽ അത്ര അങ്ങോട്ട് സുഖമില്ലാത്ത ഫ്ലാറ്റുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ടൗൺഷിപ്പ് ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും അടിപൊളി. അപ്പോൾ നമ്മളത് ചായ കുടിക്കാനായിട്ടോ. അവിടെ ചായ കുടിക്കുന്നുണ്ട് വൈകുന്നേരം 4 മണി ചായ. 4 മണി എന്നുള്ളത് 4:45. ഓക്കെ സമയം ഏകദേശം 6 മണിയായപ്പോൾ നമ്മളങ്ങനെ സൂറത്ത് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഔട്ടറിലാണല്ലേ, നമ്മൾ സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ ഔട്ടറിലാണുള്ളത്. 6:04 നമുക്കിവിടെ കൃത്യമായിട്ട് എത്തിച്ചേരേണ്ട സമയം. അപ്പോൾ ആ ഒരു ടൈം കുറച്ച് മുന്നേ ആയതുകൊണ്ട് ട്രെയിനൊന്ന് സ്ലോ ആക്കി പിടിച്ചിട്ടതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ എത്തിക്കഴിഞ്ഞ് 2 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തും. അപ്പോൾ നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ എല്ലാതും അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാറിൻ്റെ ഇറങ്ങേണ്ട സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചില്ലേ സാറേ? എല്ലാം റെഡിയാക്കി വെച്ചില്ലേ? കണ്ടതിലും പരിചയപ്പെട്ടിലൊക്കെ ഒരുപാട് സന്തോഷം.
ലഗേജ് ആയതന്നെ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മളെപ്പോഴും ഏത് യാത്രയിലും മാക്സിമം കുറച്ച് കൊണ്ടുപോകും. അതാണ്. ഏതായാലും കണ്ടിലും പരിചയപ്പെട്ടിലേക്ക് ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും വീണ്ടും കാണാം. പുതിയ പുതിയ അനുഭവങ്ങള്, പ്രത്യേകത അതാണ്. അതെ. ഏതായാലും അടിപൊളി, നല്ലൊരു യാത്രയായിരുന്നു അല്ലേ? എല്ലാവരും ഒരുമിച്ച് നല്ല യാത്രയായിരുന്നു. അതെ, നമുക്ക് കുറച്ച് അറിയാത്ത കാര്യങ്ങളൊക്കെ സാർ നമുക്ക് ഷെയർ ചെയ്ത് തന്നു. കാരണം ഏകദേശം 35 വർഷമായിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ്. അപ്പോൾ ആൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾ എത്തുമ്പോഴും ഓരോ കാര്യങ്ങൾ എത്തുമ്പോഴും ഒക്കെ അറിയാം. പിന്നെ നമ്മൾ ഇവിടെ എത്തുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ പറഞ്ഞു തന്നു. ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് സമയം പോയത് പറഞ്ഞില്ല അല്ലേ? ഓക്കെ. അപ്പോൾ അതെല്ലാം നമ്മളെ സാധനങ്ങളൊക്കെ എല്ലാം എടുത്തില്ലേ? എടുത്ത് ഞാൻ അവിടെ ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പോൾ അതെല്ലാം നമുക്ക് ഇനി അടുത്ത് ഇറങ്ങിയിട്ടടുത്ത് റൂമുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. കേസ് അങ്ങനെ ഫൈനലി അൽഹംദുലില്ലാ നമ്മൾ സൂറത്തിൽ എത്തിക്കഴിഞ്ഞു. റൂമും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള റൂം തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വന്നിട്ട്. അപ്പോൾ റൂം കാര്യങ്ങളൊക്കെ ഉഷാറാണ്. നമ്മുടെ ബാഗ് സാധനങ്ങളെല്ലാം എടുത്തു. ഇനിയൊന്ന് ഫ്രഷ് ആവാണ്ട്, കാരണം നമ്മൾ ഇന്നലെ വൈകുന്നേരം അവിടെ നിന്ന് കയറിയതാണ്. എല്ലാവർക്കും ഒന്ന് കുളിച്ച് റെഡിയൊക്കെ ആവാനുണ്ട്. അപ്പോൾ മോളൂസ് അത് അവിടെ ഉണ്ട്. മോളൂസേ, എന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറായില്ലേ? ഉഷാറായില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ചേക്കരെ യാത്രയൊക്കെ? അടിപൊളിയായിരുന്നു അല്ലേ? ഓക്കെ. ഉമ്മക്ക് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. അന്ന് തുറക്ക്, എണ്ണം തുറക്ക്. അപ്പോൾ ഈ കാണുന്നതാണ് സൂറത്ത് നഗരം. അതാണ് റെയിൽവേ സ്റ്റേഷൻ. നോക്കി ഇതൊക്കെ വണ്ടികളാണ്. അത്രയും തിരക്ക്. റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ബൈക്കുകളൊക്കെ എത്രങ്ങാനും ബൈക്കുകളാണ്. അതാണ് റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ കിടക്കുന്നുണ്ട്. കാണാം. അത്രയും തിരക്ക് പിടിച്ചൊരു ലൈഫ് സ്റ്റൈലാണ് ഇവിടുത്തത്. ഏതായാലും അടിപൊളി പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മളങ്ങനെ സേഫായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. ഓൾറെഡി ഈ ഒരു വീഡിയോ ലെങ്തി വീഡിയോ ആണ്. നമ്മളെ ട്രെയിനിലെ പിന്നെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുളിക്കാനുള്ള സോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിസ്ക്കറ്റ് പോലെ ഉണ്ട് സോപ്പൊക്കെ കണ്ടിട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്ത് ഇറേസറോ? ഉപ്പിലിട്ട പൈനാപ്പിളോ? ഉപ്പിലിട്ട പൈനാപ്പിൾ പോലെ ഉണ്ടെന്ന് ചക്കര പറയണം. എന്തായാലും തിന്നാൻ നിൽക്കണ്ട. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കേസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ഗുജറാത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വ്ലോഗിൽ വരുന്നവരെല്ലാവർക്കും ബൈ.